ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാലുമിലാണ് നിൽക്കുന്നത്, മറ്റേ കാലം ഞാൻ വെറുതെ വെച്ചിട്ടുള്ളൂ. എൻ്റെ 60-65 കിലോ ഭാരമുള്ള ഈ ഒരു ശരീരം ഏറ്റി നിൽക്കുന്നത് എൻ്റെ ഒരു കാലാണ്. 8 വാഹനങ്ങൾ കയറിയായിരുന്നു ഈ ഒരു പോളിയോ ബാധിച്ച കാലുമായി ഞാൻ എൻ്റെ ജൈത്രയാത്ര ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് തുറന്നു പറയുന്നത് ഈ കാണുന്ന കാഴ്ചയല്ല. നമ്മളെ ബാക്കിലോട്ട് നോക്കിയാൽ നമ്മൾക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഒരുപാട് വിഷമതകളുടെയും നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം ഏതൊരു മനുഷ്യനും രുചിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ബാക്കിലുണ്ട്. പുരുഷന്മാരാണ് കൺസ്ട്രക്ഷൻ നടത്തുക, അല്ലെങ്കിൽ പണിക്കാരെയൊക്കെ ജോലി ചെയ്യുന്ന ഒരു മേഖല പുരുഷന്മാരുടേതാണ്. ആ ഒരു മേഖലയിൽ ഒരു സ്ത്രീ എന്ന കഥാപാത്രത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായി സ്ഥലം വാങ്ങി, വീട് വെച്ചു, വാഹനം വാങ്ങി, മറ്റൊരു കമ്പനി നടത്തി, മറ്റൊരു സ്ഥലങ്ങൾ വാങ്ങി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ എനിക്ക് ഇത്രയും ഒരു കാലഘട്ടത്തിലെ ഒരുപാട് സ്ട്രഗിളുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും ഇതിലൂടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നഫീസ് മിസ്രിയ. ജോഷ് ടോക്ക് എന്ന ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുൻപിലേക്ക് എത്താൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഒരുപാട് ജയപരാജയങ്ങൾ നേരിട്ട മഹത് വ്യക്തിത്വങ്ങളെ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ച ഈ ഒരു ജോഷ് ടോക്ക് ഒരുപാട് അനുഭവങ്ങൾ പാഠശാലയിലോ കോളേജുകളിലോ മറ്റു തലങ്ങളിൽ ഒന്നും കിട്ടാത്ത ഒരുപാട് ആളുകളുടെ ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു തരികയാണ്. അതിലൂടെ കോൺഫിഡന്റ് കുറഞ്ഞ ആളുകൾക്ക് കോൺഫിഡന്റ് കൂട്ടുവാനും, പലതിലും പരാജയപ്പെട്ടു ഇനി വിജയിക്കില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുവാനും, അതോടൊപ്പം തന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ബിസിനസ് ചെയ്യാൻ, ഇനി ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യും എന്ന് പരാതിയും പരിഭവവുമായി മാറി നിൽക്കുന്ന ആളുകളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ തക്ക അനുഭവ സമ്പത്തുകളുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ജോഷ് ടോക്ക്. ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞതും നിങ്ങളോടൊപ്പം എൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാൻ കഴിഞ്ഞതും വളരെയധികം സന്തോഷത്തോടും എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടും എൻ്റെ മാതാപിതാക്കളോടും എന്നോടൊപ്പം സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും കൂടി ഞാൻ ഈ ഒരു സമയം അറിയിക്കുകയാണ്. 2ാം വയസ്സിൽ പോളിയോ ബാധിക്കുകയും ഇനിയൊരിക്കലും നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഒരുപക്ഷെ 90% ആളുകളും, എന്നെ പരിചയമുള്ള അല്ലെങ്കിൽ എന്നെ കാണുന്ന 90% ആളുകളും വിധി എഴുതപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് മിൻഹാജ് ബിൽഡേഴ്സ് എന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനങ്ങളുടെ ഉടമയാണ്. കേരളത്തിൽ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ നടത്തുവാനും ബിൽഡിംഗ്, വില്ല, വീട് തുടങ്ങിയ എല്ലാ പ്രൊജക്റ്റുകളും കൺസ്ട്രക്ഷൻ നടത്തുവാൻ തക്ക തരത്തിൽ ഞങ്ങളുടെ കമ്പനി ഉയർന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിന്റെ ഉടമയാകാനുള്ള കാരണം അതിലേക്ക് വന്ന നാൾവഴികളെയും നിങ്ങളോട് പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പഠനകാലങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ടു. ഒരു കാലിന് പോളിയോ വന്ന ഒരു വ്യക്തി സ്കൂളുകളിലേക്ക് നടന്നു പോകുവാനും അതോടൊപ്പം തന്നെ ബസ്സുകളിൽ കയറി യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാട് അനുഭവിച്ച നാൾ വഴികളിലൂടെ എൻ്റെ സ്കൂൾ ജീവിതം 10ാം തരം കഴിയുകയും അതോടൊപ്പം വിക്ടോറിയ കോളേജ് പാലക്കാട് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയും അവിടെ ഹോസ്റ്റലിൽ താമസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലും എന്നെ പരീക്ഷണങ്ങൾ വേട്ടയാടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് ന്യൂമോണിയ ബാധിക്കുകയും ഫസ്റ്റ് ഇയർ അവസാനിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ന്യൂമോണിയ ബാധിക്കുകയും അതോടൊപ്പം തന്നെ എനിക്ക് സെക്കൻഡ് ഇയർ ഫുള്ളാക്കാൻ കഴിയാതെ, ലാബുകളൊന്നും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ കുറെ വിഷമതകൾ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരികെ വരേണ്ട ഒരവസ്ഥയായിരുന്നു. ഇതിനിടയിൽ എൻ്റെ കാലിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാടധികം ഹോസ്പിറ്റലുകളിൽ പോവുകയും മാസങ്ങളോളം ട്രീറ്റ്മെന്റിന് വേണ്ടി കിടക്കുകയും ഓപ്പറേഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരുപാട് ദുരനുഭവങ്ങൾ, അതായത് നമ്മളെ ആ ഒരു ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും വലിയൊരു വെല്ലുവിളി തന്നെയാണ് നേരിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് ഞാൻ
ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. കാരണം എനിക്കൊരു എയിം ഉണ്ടായിരുന്നു. എന്റെ ജീവിതം ഞാൻ എത്രയും നല്ല രീതിയിൽ കൊണ്ടുവരുമെന്ന് എന്റെ മനസ്സിൽ എവിടെയൊക്കെയോ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പുറമെ കാണുന്നവർക്ക് അത് കഴിയില്ല എങ്കിലും എനിക്കും തന്നെ എന്റെ ശാരീരികമായ അവസ്ഥ വെച്ച് അത്രയൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉള്ളൊരു ഉറപ്പ് പുറമേ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ വിജയിച്ച ഒരു വ്യക്തിയായി മാറുമെന്ന് ഉറച്ചൊരു ആത്മവിശ്വാസം, അത് മാത്രമായിരുന്നു എന്റെ കൈമുതൽ. ആ ഒരു ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് ഈ കണ്ട എല്ലാ കാലഘട്ടങ്ങളും ഞാൻ കഴിച്ചുകൂടിയത്. വിക്ടോറിയ കോളേജിൽ നിന്നും എന്റെ പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വരികയും അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോന്ന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂമോണിയ ആയിട്ട് ബാധിക്കാനുള്ള ഒരു കാരണം അത്രയും നാൾ എനിക്ക് പനി ബാധിച്ചപ്പോൾ വീട്ടിൽ അറിയിക്കാതെ ഒക്കെ കഴിച്ചുകൂട്ടി. കാരണം ആരെയും അറിയിക്കാതെ ആ ഒരു പഠിപ്പ് ചിലപ്പോൾ നിർത്തി വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പഠിപ്പ് അവിടെ അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് എനിക്ക് ബാധിച്ച പനിയെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ അത്രയും നാളും അവിടെ ഇരുന്നതിന്റെ പേരിലാണ് അതൊരു ന്യൂമോണിയ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. പക്ഷെ വിധിയെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല എന്ന് പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ വരണമെന്നുള്ളത് വന്നുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് നാം അതിനെ തരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ടാസ്ക്. ആ ടാസ്ക് നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആക്ട് ചെയ്യുക, അതിനായിട്ട് പ്രവർത്തിക്കുക, ചിന്തിക്കുക എന്ന് മാത്രമാണ് മനുഷ്യരായ നമ്മൾ ഓരോ മനുഷ്യർക്കും ചെയ്യാനുള്ള കാര്യം. അതിനപ്പുറം ഒന്നുമില്ല. അതോടൊപ്പം ഈ ഒരു ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് വേണ്ടിയിട്ട് 2 വർഷത്തെ കോഴ്സായിരുന്നു. അതിനുവേണ്ടി ചേരാൻ തീരുമാനിക്കുകയും വീടിനോട് ഒരു 4 കിലോമീറ്റർ അപ്പുറമുള്ള കോളേജിൽ ചേരുകയും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 2 വർഷത്തെ എന്റെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുമ്പോൾ തന്നെ ഒരു എഞ്ചിനീയർ ആവുകയോ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ലെക്ചറർ ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ മാറുമെന്നാണ് വിചാരിച്ചിരുന്നത്. ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വരുമെന്ന് ചിന്തിച്ചിരുന്നില്ല. കാരണം നമുക്ക് അതിന് കഴിയില്ല എന്നുള്ളൊരു തോന്നലുകളൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ട്രാൻസ്മാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സമയങ്ങളിൽ അന്നു മുതൽ തന്നെ പ്ലാൻ വരക്കാൻ തുടങ്ങുകയും അതോടൊപ്പം തന്നെ നമ്മളെ കുടുംബത്തിലും അറിയുന്ന ആളുകൾക്കുമെല്ലാം പ്ലാൻ വരച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കോഴ്സ് പാസ്സായ ഉടനെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും ഒരുപാട് ആളുകളുടെ ഒപ്പീനിയൻ പ്രകാരമാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് അതിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് അന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലേക്ക് വർക്ക് സൂപ്രണ്ടായിട്ട് ടെമ്പററി പോസ്റ്റിംഗിൽ വിളിക്കുകയും ചെയ്തു. 10-20 പേര് ഉണ്ടായിരുന്ന ആ ഒരു ഇന്റർവ്യൂവിൽ 2 പേരെയാണ് സെലക്ട് ചെയ്തത്. ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് എനിക്ക് ആ ഒരു പോസ്റ്റിൽ അന്ന് ജോലി ലഭിക്കുകയും ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 6 മാസത്തെ ടെമ്പററി പോസ്റ്റാണ് ഉണ്ടാവുക. ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ 6 മാസം പീരീഡ് കഴിഞ്ഞു. വീണ്ടും കുറച്ച് നാളും കൂടി അവർ എക്സ്റ്റെൻഡ് ചെയ്തു തന്നു. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 6 മാസത്തെ ടൈം കഴിഞ്ഞപ്പോൾ വീണ്ടും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്യുകയും അതിനോട് അനുബന്ധിച്ച് എനിക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിൽ വർക്ക് സൂപ്രണ്ടായിട്ട് കിട്ടുകയും ചെയ്തു. ആ ഒരു പോസ്റ്റ് 4 വർഷത്തോളം അവിടെ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് എഞ്ചിനീയറിംഗിന് 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരുകയും ചെയ്തു. രാവിലെ 7 മണി മുതൽ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവും കോളേജിൽ. 9:30-10 മണിയാകുമ്പോൾ ഓഫീസിലേക്ക് എത്തും. ജോലി കഴിഞ്ഞ് വൈകുന്നേരം 5:30 വീണ്ടും ക്ലാസ്സിലേക്ക് പോവും. രാത്രി 8:30-9 മണിക്കാണ് പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തുക. അവിടെ കോളേജിൽ ചേർന്ന സമയങ്ങളിൽ അധികവും ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രി കാലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താൻ എന്തായാലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2-2.5 വർഷത്തോളം നമ്മുടെ കോഴ്സ് അവിടെ പൂർത്തിയാക്കുകയും ജോലി ഒപ്പം ചെയ്യുകയും ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ വിവാഹം എന്നുള്ള ഒരു വലിയ ഒരു കടമ്പയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പല കാര്യങ്ങളെയും ബാധിക്കുകയും എന്നാൽ വളരെയധികം സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്ന, ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് അതിനെ എടുക്കാം. ഒരു വിവാഹത്തിന് ഏത് തരത്തിൽ വേണമെങ്കിലും എടുക്കാം. അത് നമ്മൾ എടുക്കുന്ന പോലെ നമ്മളെ സാഹചര്യം പോലെയൊക്കെ അത് മാറ്റിമറിയാനും സാധ്യതകളുണ്ട്. അങ്ങനെ എൻ്റെ വിവാഹം കഴിയുകയും ആ വിവാഹം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ് വീട്ടിലേക്ക് വരണം, ഹോസ്റ്റലിൽ നിൽക്കണ്ട എന്നുള്ളൊരു സജഷനാണ് ആകെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുപ്രകാരം
കോളേജ് കഴിഞ്ഞ് 8:30-9 മണി സമയങ്ങളിലാണ് ഞാൻ ബസ് കയറി കുന്നംകുളം എത്തിയിരുന്നത്. കുന്നംകുളം വടുതലയിലേക്കാണ് വിവാഹം കഴിച്ചയച്ചത്. വടുതലയിൽ എത്തുകയും അവിടെ നിന്ന് വീണ്ടും പുലർച്ചെ 6:30 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് ക്ലാസ്സുള്ള സമയത്ത് ക്ലാസ്സിൽ രാവിലെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ജോലിയിലേക്ക് പിന്നീട് പോയിരുന്നത്. ആ ഒരു വിവാഹം കഴിഞ്ഞൊരു 1.5 വർഷം ആയപ്പോഴത്തേനും എൻ്റെ കോഴ്സ് പൂർത്തിയാവാനുള്ള ആ ഒരു ടൈമില് ഞാൻ പ്രഗ്നന്റ് ആവുകയും സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും അധികം ഒരു ഉത്തരവാദിത്തമാണ് വിവാഹം കഴിഞ്ഞാൽ മക്കളുണ്ടാവുക, അവരെ വളർത്തുക, ജോലി ഉണ്ടെങ്കിൽ ജോലി കൊണ്ട് നടക്കുക, വീട്ടിലത്തെ കാര്യങ്ങൾ കൊണ്ട് നടക്കുക എന്നുള്ളത്. ഇതിന്റെയൊക്കെ ഒരു പുകമറയായി ജോലി ഉപേക്ഷിക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസം നിർത്തിവെക്കുന്നവരുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ജോലിയും ഉപേക്ഷിച്ചില്ല, എൻ്റെ പഠനവും ഉപേക്ഷിച്ചില്ല. എൻ്റെ മോനെ വിശേഷമായിട്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ഇതെല്ലാം കൊണ്ടു നടക്കുകയും പോളിയോ ബാധിച്ച ഈ ഒരു കാലുമായി ഒരു ദിവസം 7 വാഹനത്തിലാണ് യാത്രയുണ്ടായിരുന്നത്. വീട്ടിൽ നിന്നും ഹസ്ബൻഡ് ബൈക്കുമായി കുന്നംകുളം വരെ എത്തിക്കും. കുന്നംകുളത്ത് നിന്നും തൃശ്ശൂരിലേക്ക് ബസ് കയറും. തൃശ്ശൂരിൽ നിന്നും ഓട്ടോ വിളിച്ച് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടെങ്കിൽ ആദ്യമേ കോളേജിലേക്ക് പോവും. ആ കോളേജിൽ നിന്നും വീണ്ടും വണ്ടി വിളിച്ച് ഓഫീസിലേക്ക് എത്തും. ഓഫീസിൽ നിന്ന് 5:30 ആവുമ്പോൾ 5 മണിക്ക് വീണ്ടും ഓട്ടോ വിളിച്ച് കോളേജ് ക്യാമ്പസിലേക്ക് എത്തും. അവിടെ നിന്ന് വീണ്ടും രാത്രിയിൽ ഓട്ടോ വിളിച്ച് ബസ്സിന്റെ അവിടേക്ക് എത്തും. പിന്നീട് ബസ് കയറി നേരെ കുന്നംകുളത്തേക്ക് എത്തും. കുന്നംകുളത്ത് നിന്നും ബൈക്കിൽ വീണ്ടും വീട്ടിലേക്ക് എത്തും. 8 വാഹനങ്ങൾ കയറിയായിരുന്നു ഈ ഒരു പോളിയോ ബാധിച്ച കാലുമായി ഞാൻ എൻ്റെ ജൈത്രയാത്ര ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചാൽ അത് അവസാനിക്കുന്നത് വരെ നമുക്ക് പ്രവർത്തിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. അതൊന്നും ആയിരുന്നില്ല, അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളായിരുന്നു അനുഭവിച്ചിരുന്നത്. ഭയങ്കരമായിട്ടുള്ള വൊമിറ്റിംഗ് ആയിരുന്നു. 4 ദിവസം കൂടുമ്പോൾ ഗ്ലൂക്കോസ് കയറ്റിലായിരുന്നു. എന്നിട്ട് ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റും. ആ ഗ്ലൂക്കോസ് കയറ്റിയിട്ടുള്ള ആ ഒരു എനർജിയിൽ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പറ്റും. പിറ്റത്തെ ദിവസം മുതൽ വീണ്ടും വൊമിറ്റിംഗ് ആയി, ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല, വെള്ളം മാത്രം കുടിക്കും. അത് തന്നെ ഓഫീസിൽ നിന്നും ഛർദിക്കും, അതേപോലെ കോളേജുകളിൽ നിന്നും ഛർദിച്ചുകൊണ്ടിരിക്കും. ഇതെന്തിനാണ് ഇത്രയധികം തുറന്നു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കിട്ടാൻ കാത്തിരിക്കുകയാണ്. നമുക്ക് അതിനൊന്നും കഴിയില്ല, ഇതൊരു വലിയൊരു പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ പഠിപ്പ് നിർത്തണം അല്ലെങ്കിൽ ജോലി നിർത്തണം, യാത്രകൾ പാടില്ല. ഒരു പക്ഷേ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് യാത്രകൾ പാടില്ല എന്നൊക്കെ ഡോക്ടേഴ്സ് പറയുമായിരിക്കാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മാറിയിരിക്കേണ്ടി വരും. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഏതൊരു സ്ത്രീക്കും ചെയ്യാൻ കഴിയാവുന്ന കാര്യമുള്ളൂ. അത് അറിയിക്കാനും ഞാൻ അനുഭവിച്ച ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനമാകുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ 3-4 ദിവസം കൂടുമ്പോൾ രാത്രിയിൽ ഹോസ്പിറ്റലിലെത്തി ഗ്ലൂക്കോസ് കയറ്റി പിറ്റേന്ന് രാവിലെ മുതൽ വീണ്ടും ഞാൻ ഇതേ കാര്യങ്ങൾ തന്നെയാണ് റൺ ചെയ്തിരുന്നത്. രാത്രി 9:30, 10 മണി, 10:15 ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത്. അതിനു എന്നെ ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോളേജുകളിലെ എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ 2-3 നല്ല സുഹൃത്തുക്കൾ എന്നെ ബസ് വരെ എത്തിക്കുകയും ബസ് കൈകാട്ടി നിർത്തി എന്നെ അതിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം രാത്രി കാലങ്ങളിലൊന്നും ബസ് ഒരാളൊന്നും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്തുമൊന്നുമില്ല, അങ്ങനെ പോകും. പിന്നെ അത് മാത്രമല്ല, കൈ കാട്ടി കഴിഞ്ഞ് ബസ് ഒത്തിരി ദൂരെ പോയിട്ടാ നിർത്തുക. ഞാൻ ഈ വയ്യാത്ത കാല് വെച്ച് കയ്യിൽ ബാഗ് ഉണ്ടാവും, പിന്നെ മൊബൈൽ ഉണ്ടാവും, മഴയാണെങ്കിൽ കുടയുണ്ടാവും. ഇതെല്ലാം പിടിച്ചിട്ട് നമ്മൾ ഈ ബസ്സിലേക്ക് കയറാനായിട്ട് നടന്നെത്തണം. അപ്പൊ നമ്മൾ എത്തുമ്പോഴത്തേനും ബസ് എടുത്ത് പോയ ബുദ്ധിമുട്ടാവും. അപ്പൊ എന്നെ ഈ കുട്ടികളൊക്കെയാണ് ഫ്രണ്ടിൽ വന്ന് കൈ കാട്ടി നിർത്തി ബസ്സിനെ അവിടെ നിർത്തി ഞാൻ എത്തുന്നവരെ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷെ നമ്മൾ ബാക്കിലൂടെ കയറാൻ പോകുമ്പോൾ ബാക്കിലത്തെ ഡോർ തുറന്നുണ്ടാവില്ല, ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഫ്രണ്ടിലത്തെ ഡോർ തുറന്നുണ്ടാവില്ല. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. ഒരു നടക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. നടക്കാൻ കഴിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡോറിന്റെ അടുത്ത് എത്തി കയറാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ തുറന്നിട്ടില്ല, ഒരു 4 അടി കൂടി അപ്പുറത്തോട്ട് വെക്കണമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര പ്രതിസന്ധി തന്നെയാണ്. അത് അനുഭവിക്കുമ്പോഴാണ് അതിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ.
ഒരു കാലിന് ബലമില്ലാത്തൊരു വ്യക്തി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ, എവിടെയെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ തെറ്റുമ്പോൾ അവർക്കുണ്ടാവുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ അധികമാണ്. പക്ഷെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും. ഞാൻ തരണം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കും കഴിയും, എല്ലാവർക്കും കഴിയും. അതിന് മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം നമുക്ക് വളരെയധികം അത്യാവശ്യമാണ്. ഇന്നിപ്പോ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാലുമിലാണ് നിൽക്കുന്നത്, മറ്റേ കാലം ഞാൻ വെറുതെ വെച്ചിട്ടുള്ളൂ. എന്റെ 60-65 കിലോ ഭാരമുള്ള ഈ ഒരു ശരീരം ഏറ്റി നിൽക്കുന്നത് എന്റെ ഒരു കാലാണ്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുകളുണ്ട്, കാലിന് നല്ല കടച്ചിലുണ്ട്, നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് അത് എത്താൻ പാടില്ല, അല്ലെ എന്റെ മുഖത്തോ എന്റെ സംസാരങ്ങളിലോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി നിങ്ങളിലേക്ക് എത്താൻ പാടില്ല. അതിന്റെ ആവശ്യവുമില്ല. പക്ഷെ അത് തുറന്നു പറയുന്നത് ഈ കാണുന്ന കാഴ്ചയല്ല. നമ്മളെ ബാക്കിലോട്ട് നോക്കിയാൽ നമ്മൾക്ക് ആർക്കും കാണാൻ കഴിയാത്ത ഒരുപാട് വിഷമതകളുടെയും നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും വിഷമതകളുടെയും എല്ലാം ഏതൊരു മനുഷ്യനും രുചിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ എല്ലാം ബാക്കിലുണ്ട്. കാണുന്ന കാഴ്ചയ്ക്ക് വളരെയധികം സന്തോഷപ്രദമായ മുഖങ്ങളും ചിരിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അത് പറയാനായിട്ടുള്ള കാരണം എന്റെ ലൈഫിൽ എനിക്ക് എന്തുണ്ടോ എന്തില്ല, അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിച്ചു, എന്തെല്ലാം പ്രതിസന്ധി ഞാൻ തരണം ചെയ്തു, അതിലെല്ലാം ഞാൻ സന്തോഷം മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊരു പരാതിയില്ല, എനിക്കൊരു പരിഭവവുമില്ല. അത് തന്നെയാണ് അതിന്റെ കാരണം. എന്റെ സന്തോഷത്തിന്റെ കാരണം എന്റെ ലൈഫിൽ എനിക്ക് എന്തെല്ലാം ഉണ്ടായോ, എന്തെല്ലാം വിഷമതകൾ ഞാൻ സഹിച്ചോ, അതിലൊന്നും എനിക്കൊരു പരാതിയോ പരിഭവമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ സന്തോഷത്തിന്റെയും എന്റെ ഹാപ്പിനെസിന്റെയും കാരണം. നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ എനിക്ക് മോനുണ്ടായി, സിസേറിയൻ ആയിരുന്നു. അപ്പോ എന്റെ ഈ ഒരു എക്സാം കഴിയുന്ന സമയത്ത്, എക്സാമിന്റെ സമയത്തിലായിരുന്നു എനിക്ക് മോൻക്കുള്ള ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോ ഒരു തവണ എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ എക്സാമിന് വേണ്ടിയിട്ട് കോളേജിലേക്ക് വരികയാണ്. അങ്ങനെ കോളേജിലേക്ക് വരുന്ന സമയത്ത് ബസ്സിലായിരുന്നു വന്നിരുന്നത്, KSRTC ബസ്സിലായിരുന്നു. ഭയങ്കര കുലുക്കായിരുന്നു. KSRTC ബസ്സിന്റെ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഒരു പോളിയോ ബാധിച്ച ഒരു വ്യക്തി, ഒരു പ്രഗ്നൻസി ടൈം, ഒരു 8.5 മാസം എന്നൊക്കെ പറയുമ്പോൾ 8.5 മാസത്തിലുള്ള കൊച്ചിനെ ക്യാരി ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഏകദേശം ചിന്തിച്ചാൽ മനസ്സിലാവും. ബാക്കിൽ നല്ല ചാട്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കുഴപ്പമില്ലാത്ത, എനിക്ക് പോലും ഇതിലിരിക്കാൻ പറ്റുന്നില്ല, നീ എങ്ങനെയാണ് ഈ ബസ് കയറി ബസ് ഇറങ്ങി വരുമ്പോൾ അഥവാ ഇത് സ്പീഡിൽ എടുക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ നല്ല പ്രശ്നമായിരുന്നില്ലേ. അപ്പൊ മുൻപും ഇത് ഇത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം കാണുന്നില്ലല്ലോ, നമ്മളെ വണ്ടി അവിടെ ഇറക്കി ആള് പോവുകയല്ലേ ചെയ്യുന്നത്. ബസ്സിൽ കയറി അങ്ങനെ വന്നിട്ട് നമ്മളെ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ശീലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉണ്ടാവുകയും, ചോദ്യമെന്ന് മാത്രമല്ല അവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നത്തോടു കൂടി എക്സാം നിർത്താം, എന്നിട്ട് നമുക്ക് ഇനി കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം നമുക്ക് എക്സാം ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു. ആ ഒരിട്ട് കാരണത്താൽ എനിക്ക് എൻ്റെ ജോലി അന്ന് നിർത്തേണ്ടി വന്നു, പിന്നെ എക്സാം നിർത്തേണ്ടി വന്നു. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, നമ്മളോട് ഇഷ്ടപ്പെടുന്ന, നമ്മളെ കെയർ ചെയ്യുന്ന ആളുകൾ അവര് നമ്മളെ അടുത്ത് പറയുന്ന പല കാര്യങ്ങളും ഒട്ടും നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അതില് അർത്ഥങ്ങൾ ഉണ്ടാവും, നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക, അവരെന്താ പറഞ്ഞാൽ നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഞാൻ ക്ലാസ് നിർത്തി, എന്റെ ജോലി നിർത്തി. അത് 8.5 മാസമായിട്ടുണ്ട്. പിന്നെ ഒരു മാസത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഒരു 20 ദിവസമാണ് എനിക്ക് എന്റെ മോനുണ്ടാവുന്ന ആ ഒരു സമയം എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നത്. അത്രമാത്രം ആണ് ഞാൻ അന്ന് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അതുവരെ ഞാൻ കോളേജും ജോലിയുമായിട്ട് ഇതേപോലെ രാവും പകലും ഇല്ലാതെ ഞാൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോനുണ്ടായി കഴിഞ്ഞപ്പോൾ, മോനുണ്ടായി ഒരു 40, അവന്റെ 40 ആവുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇവനിവിടെ ഇട്ടിട്ട് ഇനി ജോലിക്ക് പോവുക, പെട്ടെന്ന് തന്നെ ഒരു ജോലിക്ക് പോകുന്ന ഒരു അവസ്ഥ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹസ്ബൻഡും പറഞ്ഞു എന്താ ചെയ്യാന്നുള്ളത് പറഞ്ഞു. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അതിന് മുൻപേ എന്റെ മനസ്സിലൊരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് പ്ലാൻ വരയ്ക്കുക, ഒരു ഓഫീസ് ഇടുക, സ്വന്തമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ ഞാൻ പലരുടെയും പ്ലാനുകൾ വരയ്ക്കുകയും അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷനിൽ സൂപ്പർവൈസിങ്ങിന് പോവുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു തീരുമാനം ഏറ്റവും ബലപ്പെട്ടത് ഈ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ തീരുമാനിച്ചു. അന്ന് പഞ്ചായത്തിലേക്കൊക്കെ ഉള്ള റൂൾസുകൾ വന്നിട്ടുള്ള സമയമായിരുന്നു പ്ലാൻ വരയ്ക്കാനൊക്കെയുള്ള. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് മോനെയും കയ്യിൽ വെച്ചുകൊണ്ട് ഞാൻ പ്ലാൻ വരയ്ക്കാൻ തുടങ്ങി.
പ്ലാൻ വരച്ച് മറ്റുള്ളവർക്ക് കൊടുക്കലും സൈറ്റ് പോയിട്ട് അളന്നോട്ടൊക്കെ വേണം നമുക്ക് വന്നിട്ട് പ്ലാൻ വരക്കാനായിട്ട്. അപ്പൊ അതിന് ആ സമയത്തൊക്കെ ഞാൻ ഓട്ടോ വിളിച്ച് താത്തേനൊക്കെ കൂട്ടി പോയിട്ടൊക്കെ അളവൊക്കെ എടുത്ത് വന്ന് വരയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു ലേശം കഴിയുമ്പോഴത്തേനും ഓഫീസ് ഇട്ടു, മിൻഹാജ് ബിൽഡേഴ്സ് എന്നുള്ള കൺസ്ട്രക്ഷൻ സ്ഥാപനം ഇട്ടു. അതിനു മുൻപ് ഞാൻ ഈ ഒരു പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ചേർന്ന സമയത്ത് വീട്ടില് KM ബിൽഡേഴ്സ് എന്ന പേരിൽ പ്ലാൻ വരച്ചു കൊടുത്തിരുന്നു. കാരണം ടെമ്പററി പോസ്റ്റിംഗിലാണല്ലോ ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ പ്ലാൻ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്ലാൻ വരക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതോടൊപ്പം PSC ടെസ്റ്റുകൾ ഒത്തിരി എഴുതിയിരുന്നു. അതിലെനിക്ക് 3 പോസ്റ്റിലും എനിക്ക് PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ജോലി എനിക്ക് കിട്ടാനുള്ള ഇന്റർവ്യൂവിന് വന്നു. ഞാൻ 1-2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ ആ ജോലിക്ക് പോയില്ല. കാരണം ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, എനിക്ക് ഗവൺമെന്റ് ജോലി വേണ്ട, സ്വന്തമായിട്ട് എന്തായാലും ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനം ഇടുക, എന്നിട്ട് അത് നടത്തുക എന്നുള്ളൊരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഗവൺമെന്റ് ജോലിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ലിമിറ്റഡ് ഇൻകം ആണ്. നമ്മൾ വിചാരിച്ച തരത്തിലേക്ക് ഉയരാൻ പറ്റില്ല. വിചാരിച്ച തരം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ സ്വരുക്കൂട്ടിയിരുന്ന എന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. സ്വന്തമായിട്ട് സ്ഥലം വാങ്ങണം, സ്വന്തമായി വീട് വെക്കണം, സ്വന്തമായി കാർ വാങ്ങണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. നടക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കഴിയില്ല. നമ്മൾ മാക്സിമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷ്യം സഫലീകരിക്കാൻ എന്തായാലും ഒരു പ്രപഞ്ചത്തിലെ ഒരു ശക്തി എന്ന് പറയുന്നത് വളരെയധികം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം പോരാ, ആഗ്രഹങ്ങളോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും, അതേപോലെ നമ്മൾ പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്യുക. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി, അതിലേക്ക് എത്തുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തും. അപ്പൊ മോന്റെ പേരിൽ മിൻഹാജ് ബിൽഡേഴ്സ് എന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം KM ബിൽഡേഴ്സ് എന്നുള്ളത് മിൻഹാജ് ബിൽഡേഴ്സ് എന്ന പേരിലേക്ക് ആക്കുകയും ആ കൺസ്ട്രക്ഷൻ സ്ഥാപനം റൺ ചെയ്യാൻ ആദ്യം പ്ലാൻ വരയ്ക്കുക, അതുപോലെ പിന്നെ സൂപ്പർവൈസിങ് ഏറ്റെടുത്തു, കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തു, കൺസ്ട്രക്ഷൻ നടക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഇതിലൊക്കെ നമുക്ക് സൈറ്റിൽ പോകാൻ വരികയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാരണം സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മളൊരു നോർമൽ പ്ലേസ് അല്ല. കല്ലും മെറ്റലും മണലും ഒക്കെ കിടക്കുന്നതിന്റെ ഇടയിലൂടെ ഒക്കെ കയറി വേണം പോവാനായിട്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ തരണം ചെയ്ത് മുന്നേറി. അത് മുന്നേറാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. ശാരീരികമായിട്ടുള്ള വിഷമതകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുക നമ്മളെ മാനസികമായിട്ടുള്ള ആരോഗ്യം കൊണ്ടാണ്. മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം നിലനിർത്താൻ, നല്ലൊരു ആത്മവിശ്വാസം നിലനിർത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് പിന്നോട്ട് നിർത്താനായിട്ട് കഴിയും. അവയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും തോൽക്കേണ്ടി വരില്ല, വിജയിച്ചു മുന്നേറാനായിട്ട് കഴിയും. അതിന് നമുക്ക് വേണ്ടത് മാനസികമായിട്ടുള്ള ആരോഗ്യവും ആത്മവിശ്വാസവും തന്നെയാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. അതോടൊപ്പം പിന്നെ വീണ്ടും ഹസ്ബൻഡിന്റെ വീട്ടില് അവിടെ ആയിരുന്നു കൺസ്ട്രക്ഷന്റെ ഒരു മെയിൻ ഓഫീസ്, വടുതല സെന്ററിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ഒക്കെ തുടങ്ങിയതിനു ശേഷം മിൻഹാജ് സിമന്റ് പ്രോഡക്ട്സ് എന്ന പേരിൽ ഒരു സോളിഡ് ബ്ലോക്കിന്റെ കമ്പനി ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള ഒരു സ്ഥലം വാങ്ങുകയും അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതേപോലെ തന്നെ അത് കഴിഞ്ഞൊരു ലേശം ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോഴത്തേനും മിൻഹാജ് കളക്ഷൻസ് എന്ന പേരിൽ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങി. അതാണ് പറയുന്നത്, ചില കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. ചില കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ഒരു പക്ഷേ ഫ്ലോപ്പ് ആവുകയും ചെയ്യും. ഞാൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി, അത് നിർത്താനുള്ള ഒരു കാരണം നമ്മൾ വിചാരിച്ചൊരു പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടിയില്ല. അത് മാത്രമല്ല, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ആ പ്രോഫിറ്റ് കിട്ടുന്നതല്ല പ്രശ്നം, നമ്മുടെ ശ്രദ്ധ ആ ഒരു മേഖലയിലേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ സൈറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന സ്ഥലത്ത് നമുക്ക് ചിലപ്പോൾ പർച്ചേസ് ചെയ്ത് സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനം നമ്മൾ അവിടെ നിർത്തി. കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിലെ ടെക്സ്റ്റൈൽസ് അവിടെ നിർത്തുകയും ചെയ്തു. മിൻഹാജ് സിമെന്റ് പ്രോഡക്ട്സ് എന്ന പേരിലുള്ള ആ ഒരു സ്ഥാപനത്തിന് ശേഷം വീണ്ടും പല ചെറിയ പദ്ധതികളും അതോടൊപ്പം തന്നെ കൊണ്ടു നടത്തുകയും അവിടെ തന്നെ ഒരു മിൻഹാജ് ബിൽഡേഴ്സിന്റെ അവിടെ ഒരു ഓഫീസ് ഇടുകയും, അതുപോലെ ആറങ്ങോട്ടുകര തലശ്ശേരി എന്റെ ജന്മസ്ഥലമാണ്. അവിടെ ഞാൻ വീട്ടിൽ വെച്ചിട്ട് അന്ന് KM ബിൽഡേഴ്സ് എന്ന പേരിൽ പ്ലാൻ വരച്ചുകൊണ്ടിരുന്നത്. ആ സ്ഥലത്ത് വീണ്ടും മിൻഹാജ് ബിൽഡേഴ്സ് എന്ന ഒരു ഓഫീസ് നമ്മുടെ തന്നെ ബിൽഡിങ്ങിൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ 3 സ്ഥലത്തും മിൻഹാജ് ബിൽഡേഴ്സ് എന്ന പേരുള്ള ഓഫീസ് തുടങ്ങി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്ലാൻ വരക്കുന്നത് മുതൽ വാസ്തു കൺസൾട്ടിംഗ്, സൈറ്റ് സൂപ്പർവൈസിംഗ്, സ്ട്രക്ചറൽ കൺസൾട്ടിംഗ് തുടങ്ങി കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്ലാൻ വരക്കുന്നത് മുതൽ ചാവി കൊടുക്കുന്നവരെയുള്ള ബിൽഡിംഗ് സംബന്ധമായിട്ടുള്ള, വീട് സംബന്ധമായിട്ടുള്ള, വില്ലാസ്, എല്ലാ പ്രൊജക്ടുകളും ഏറ്റെടുത്ത് നടത്തുവാൻ
ഇന്ന് മിൻഹാജ് ബിൽഡേഴ്സിന് കഴിഞ്ഞു. എന്നോടൊപ്പം ഹസ്ബൻഡ് ഗൾഫിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹവും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷനിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് വരും. അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മളൊരു കസിൻ ബ്രദർ ആളും നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഒരു 6 വർഷത്തോളമായിട്ട്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ ഒരു 10 വർഷം ഞാൻ വളരെയധികം സ്ട്രഗിൾ എടുത്തിട്ടായിരുന്നു ഈ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൊണ്ടു നടന്നിരുന്നത്. കാരണം നമുക്ക് അപ്പോഴൊന്നും കുറെ സ്റ്റാഫുകൾ വെക്കാനായിട്ട് പറ്റില്ല, ഒരുപാട് ശമ്പളം കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. തുടക്കത്തിൽ നമ്മൾ ഒരുപാട് അതിനു വേണ്ടിയിട്ട് രാവും പകലും പ്രവർത്തിച്ചിരുന്നു. ഞാൻ ഒരു ദിവസം രാവിലെ 8 മണിക്ക് മുതൽ തുടങ്ങി വൈകിട്ട് 10ഉം 11ഉം മണി വരെ ആയിരുന്നു എന്റെ വർക്കുകൾ ഉണ്ടായിരുന്നത്. 14ഉം 16 മണിക്കൂറുകളാണ് എന്റെ ഓരോ ദിവസത്തെ വർക്കുകൾ ഉണ്ടായിരുന്നത്. സൈറ്റിൽ പോയി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓഫീസിലിരുന്ന് 10, 11 മണി വരെയൊക്കെയാണ് പ്ലാൻ വരച്ചിരുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് സിസ്റ്റം കൊണ്ടുവന്ന് വീട്ടിലിരുന്നിട്ടും വരക്കുക ആയിരുന്നു പതിവുണ്ടായിരുന്നത്. കാരണം നമുക്കൊരു ഓഫീസിൽ സ്റ്റാഫുകളെ വെച്ചിട്ട് അന്ന് പ്ലാൻ വരപ്പിക്കാനും അവർക്ക് സാലറി കൊടുക്കാനൊന്നും അന്നത്തെ ഒരു സിറ്റുവേഷനിൽ പറ്റിയിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ആയിരുന്നു ഡിസൈൻ ചെയ്തിരുന്നതും വാസ്തു കൺസൾട്ടിങ് ചെയ്തിരുന്നതും പ്ലാൻ വരച്ചിരുന്നതും പെർമിറ്റിനുള്ള ഫയലുകൾ റെഡിയാക്കിയിരുന്നതും അതോടൊപ്പം കൺസ്ട്രക്ഷൻ നടത്താൻ സൈറ്റുകളിൽ പോയിരുന്നതും. ഇപ്പോഴും 3/4 വർക്കുകൾ ഞാൻ തന്നെ നടത്തുന്നത് ഡിസൈനിങ്ങിന് വേണ്ടി, മീൻസ് എക്സ്റ്റീരിയർ ഡിസൈനിങ് 3D ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റാഫുകളെ വെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മാനേജർ ഉണ്ട്, അത് നമ്മളൊരു കസിൻ ബ്രദറാണ്. അതേപോലെ മറ്റ് സ്റ്റാഫുകളെയൊക്കെ ഇപ്പോഴാണ് അതിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ളത്. അതിനു മുൻപ് വരെ ഞാൻ തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോയിരുന്നത്. അത് എന്തിനാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനം എന്നുള്ളത് പുരുഷന്മാർ നടത്തുന്ന ഒരു മേഖലയാണ്. പുരുഷന്മാരാണ് കൺസ്ട്രക്ഷൻ നടത്തുക, അല്ലെങ്കിൽ പണിക്കാരൊക്കെ ജോലി ചെയ്യുന്ന ഒരു മേഖല പുരുഷന്മാരുടേതാണ്. ആ ഒരു മേഖലയിൽ ഒരു സ്ത്രീ എന്ന കഥാപാത്രത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ വിജയിക്കാൻ കഴിഞ്ഞതിന്റെ ബാക്കിലുള്ള പല കാര്യങ്ങളും കറക്റ്റായിട്ട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയില്ല. അപ്പോൾ മറ്റൊരാൾക്ക് ഇതുപോലെ ഒരു മേഖലയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്റെ വാക്കുകളോ എന്റെ അനുഭവങ്ങളോ എന്തെങ്കിലും ഒരു പ്രചോദനമായി മാറുകയാണെങ്കിൽ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ സംസാരിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷവും ആത്മാഭിമാനവും എനിക്ക് ഭാവിയിലും ഉണ്ടാവും. കാരണം ആരെങ്കിലും ഒരാൾ ഈ ഒരു വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയത്, അല്ലെങ്കിൽ എൻ്റെ ഇന്നൊരു പഠനം ഞാൻ പൂർത്തിയാക്കിയത് എന്നുള്ള, അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ ഇന്റർവ്യൂസ് കഴിയുമ്പോഴും ഒരുപാട് ആളുകളുടെ എന്താ പറയാ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനസ്സ് മാറിയത്, അല്ലെങ്കിൽ അവർക്ക് പ്രചോദനം കിട്ടിയത്, അവരുടെ മാനസികമായിട്ടുള്ള വിഷമതകൾ മാറിയത് എല്ലാം നമുക്ക് ഫോൺ കോളുകളിലൂടെയും അതുപോലെ മെസ്സേജുകളിലൂടെയും വരാറുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസിന്റെ മറ്റൊരു തലം. നമ്മൾ മുഖാന്തരം, നമ്മുടെ അനുഭവങ്ങൾ മുഖാന്തരം മറ്റുള്ളവരുടെ പങ്കുവെക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിലും ഒരു പുതുവെളിച്ചം ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളത് വളരെയധികം നല്ലൊരു കാര്യമാണ്. ഇത്രയും ഒരു കാലഘട്ടത്തിനിടയിൽ ഒരു 2500ഓളം പ്ലാനുകൾ വരയ്ക്കുകയും ഒരു 550-600ന്റെ ഇടയിലുള്ള പ്രൊജക്ടുകൾ നമ്മൾ പൂർത്തിയാക്കുകയും, ചെറുതും വലുതുമായിട്ടുള്ള പ്രൊജക്ടുകൾ നമ്മൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം സ്വന്തമായി സ്ഥലം വാങ്ങി, വീട് വെച്ചു, വാഹനം വാങ്ങി, മറ്റൊരു കമ്പനി നടത്തി, മറ്റൊരു സ്ഥലങ്ങൾ വാങ്ങി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ എനിക്ക് ഇത്രയും ഒരു കാലഘട്ടത്തിലെ ഒരുപാട് സ്ട്രഗിളുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും ഇതിലൂടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് ഞാനും ഹാപ്പിയാണ്, എൻ്റെ ഹസ്ബൻഡും ഹാപ്പിയാണ്, എൻ്റെ വീട്ടുകാരും ഹാപ്പിയാണ്. എന്നെ ഏറ്റവും അധികം ഇങ്ങനെ ഒരു മേഖലയിലേക്ക് ഒരു വിജയിച്ച വ്യക്തിയാക്കി മാറ്റിയത് എൻ്റെ പിതാവാണ്. എൻ്റെ പിതാവ് 15 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ആഗ്രഹവും അദ്ദേഹത്തിന്റെ വിഷമതയുമാണ് എന്നെ ഇത്തരത്തിലേക്ക് ഉയർത്താനുള്ള ഒരു കാരണമെന്നും കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്. 2ാം വയസ്സിൽ പോളിയോ ബാധിച്ചപ്പോൾ ഇനി എങ്ങനെ എൻ്റെ മോളുടെ ഒരു ഭാവി ഉണ്ടാകുമെന്ന് ഈ ലോകത്ത് ഏറ്റവും അധികം വിഷമിച്ചത് എൻ്റെ ഉപ്പ മാത്രമായിരുന്നു. ആ എൻ്റെ ഉപ്പയ്ക്ക് ആ വിഷമത്തിനുള്ള ആ ഒരു മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം അതിനുവേണ്ടി അഭിനയിക്കുകയായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ല, എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അഭിനയിച്ച് ഞാൻ അതെന്റെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും, ആ ഒരു അഭിനയ ജീവിതം, ഉപ്പയുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിനയ ജീവിതം എൻ്റെ ജീവിതത്തെ ഇത്തരത്തിൽ മാറ്റിമറിക്കുകയും ചെയ്തു. അപ്പൊ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും നമ്മുടെ എന്ത് കാര്യങ്ങളും നേടിയെടുക്കുന്നതിന്റെ ബാക്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മോടൊപ്പമുള്ള ആളുകളുടെ സന്തോഷവും നാം കരുതുമ്പോൾ നമ്മുടെ വിജയത്തിന് അതൊരു വലിയ പൊൻതൂവലാവും.
എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും നമുക്കെല്ലാവർക്കും അതിജീവനത്തിനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ഒരു സൃഷ്ടാവ് തന്നുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നതെന്നും അത് നമ്മൾ മനസ്സിലാക്കണമെന്നും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാനസികമായിട്ടുള്ള ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലേക്കും പോവുകയോ ചെയ്യാതെ നമ്മളെ ജീവിതത്തെ വിജയിപ്പിക്കാൻ നാം അല്ലാതെ മറ്റാരും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായി അതിനുവേണ്ടി പ്രവർത്തിച്ച് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മോടൊപ്പം മറ്റുള്ളവരും ഉണ്ടാവുകയും ചെയ്യും. ആരുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ സ്വന്തമായിട്ട് ഒരു കാൽ ചുവടെങ്കിലും മുന്നോട്ട് വെക്കുമ്പോൾ അതോടൊപ്പം നിൽക്കാൻ നമ്മോടൊപ്പം ആളുകൾ ഉണ്ടാവും. അതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ ജീവിതവും എനിക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്, ഞാൻ അനുഭവിച്ചതും അത് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും ഈ ജോഷ് ടോക്കിലേക്ക് എന്നെ ക്ഷണിക്കുകയും എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തരികയും ചെയ്ത ജോഷ് ടോക്കിന് എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.